എങ്ങനെയുണ്ട് ഡോക്ടർ? ഏമായിട്ട് കുളിയും തേവാരും കഴിക്കണം, സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം, അത്രയല്ലേ വേണ്ടൂ, ധാരാളം മതി. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ, നല്ല കാറ്റ്. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ? അതും നടക്കും. വന്നോളൂ. ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ? മതി. പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്. ആ ഫാനിലാ കെട്ടി തൂങ്ങിയത്. കണ്ണും തുറച്ച് നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാവ്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കൊടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ് ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കും. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവുന്നത്. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. നമ്പൂതിരിയല്ലേ, ഓണെ കഴിച്ച കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നോളുക. ഹായ്, പാവയ്ക്ക കൊണ്ടാട്ടം എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗദമ്മ. ദേ വേറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? അലമേലു. എന്നെ അറിയില്ലേ? 3 ദിവസവും വാറ്റിച്ചടിച്ച തലമേലു. എന്നെ മനസ്സിലായില്ലേ? പൊന്നമ്മ, സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ച പൊന്നമ്മ. ഞമ്മള് ലൈലാ ബീവി, കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്ന ലൈലാ ബീവി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യരുടെ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് തമ്മി തട്ട. നമ്മള് പ്രേതങ്ങളത്തിലും അതെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ശരിയാ. എങ്കിലേ നമുക്ക് 4 പേർക്ക് കൂടി നമ്പൂതിരിയെ പങ്കിട്ടെടുക്കാൻ പറ്റും. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചേർക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. ആരാ? ആരാ? ആരാന്ന്? ആരാ? ആരാ? ആരാന്ന് ചോദിച്ചാ? ടെമ്പറേച്ചർ കുറഞ്ഞോളൂ. ഒരു കോഴ്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അയ്യോ, നെറ്റിയിൽ എന്ത് പറ്റി ഡോക്ടർ? ഒരു ചവിട്ട് അങ്ങോട്ട് കിട്ടി. ചവിട്ടോ? ഓ, അതായത് കുളിമുറിയിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടിയതും കാലൊന്ന് പിടഞ്ഞു. ഒരു ചെറിയ ഇഞ്ചുറി, വലിയ കുഴപ്പമില്ല. പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം കിട്ടിയല്ലോ. ഓരോ സ്പൂൺ 3 നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെന്ത് പറ്റി? കട്ടളയിലൊന്ന് മുട്ടിയതാ. അയ്യോ, പഴയ വീടല്ലേ, കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ. ഡോക്ടറെ പോലെ തന്നെ. കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ? പരമസുഖം. രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ? സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു. അയ്യോ, ഉറക്കത്തിൽ സൗണ്ട് കേട്ടുന്നു? ഹേയ്, സുഖനിദ്രയിലായിരുന്നു. ഒരു സ്വപ്നം പോലോട് കണ്ടില്ല. അയ്യോ, എന്തൊരു അത്ഭുതം. ദാ വരണു. പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം. വെറുതെ തട്ടി മുട്ടി നെറ്റി പഞ്ചറാക്കണ്ട. ഡോക്ടറുടെ നെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ, ഭാഗ്യലക്ഷണമാണ്. ഇപ്പൊ വരാട്ടോ. ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ. പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും. എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതങ്ങ് ബോധിച്ചു. കലക്ക ചികിത്സയായിരിക്കും അല്ലേ? റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ. ആട്ടെ,
നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ? അതെത്രയാന്ന് വെച്ചാൽ അമ്പിളി തന്നെ നിശ്ചയിച്ചാ മതി. ബുദ്ധിമുട്ടുള്ള ആളാ, ഒരു 3000 കൊടുക്കണ്ടേ? ഏയ് അത് പോരാ, മാന്യനായ ഒരു ഡോക്ടർ അല്ലേ, 5000 രൂപ കൊടുത്തേക്കാം. അപ്പൂട്ടന്റെ ഇഷ്ടം, അതൊന്ന് നമ്പൂരി അറിയിച്ചേക്ക്. ആയിക്കോട്ടെ. ഡോക്ടറെ എന്തെങ്കിലും പറയാണ്ട് അഞ്ചിന്റെ അകലെ എന്തെങ്കിലും പറഞ്ഞാ മതി. ഓ ഈ ഡോക്ടറുടെ ഒരു തമാശ. പിന്നെ ശമ്പളം നിശ്ചയിച്ചു, പ്രതിമാസം 5000 രൂപ. എന്താ മതിയോ? മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറെ. എന്റെ ജീവന്റെ ജീവനല്ലേ. എന്തു പറ്റി ഡോക്ടർ? ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആലിംഗനം, ചുംബനം, താടനം. രാമൻകുട്ടി, അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കപ്പം തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താ പോണെന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയൊന്നും യേശുല്ല. എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം, ആദ്യം പുകച്ച് പുറത്ത് ചാടിക്കാം, പിന്നെ മതി പെരുമാറ്റം. വാ ചാത്തിനേറ് തുടങ്ങാം. പിടി തുടയ്ക്കാം. അലങ്കാലിയുടെ ഭൂതഗണങ്ങളാണ്, വീടൊഴിഞ്ഞു പൊക്കോ. എന്താ ഡോക്ടർ, മുഖത്തൊക്കെ ഇത് എന്ത് പറ്റിയതാ? മതി, എനിക്ക് ഇവിടുത്തെ സേവനം മതിയായി. തെണ്ടി തിരിഞ്ഞാലും എനിക്ക് ഈ നാട്ടിൽ ജോലി വേണ്ട. എന്താ ഡോക്ടർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അശേഷം അങ്ങോട്ട് മനസ്സിലാവില്ല. എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ? വാച്ചോ? ഉവ്വ്, എന്നെ മർദ്ദിച്ച ഒരു ഭൂതഗണത്തിന്റെ കയ്യിന്ന് ഊരിത്തെറിച്ചതാ ഇതാ. ഇത് അപ്പൂട്ടന്റെ വാച്ചാണല്ലോ. ഓ എന്നാ സംശയിക്കണ്ട, അപ്പൂട്ടനും കൂട്ടനും തന്നെയാ എന്നെ തല്ലിച്ചതച്ചത്. ഏയ്, അപ്പൂട്ടൻ അങ്ങനെ ചെയ്യില്ല. അതിനപ്പുറവും ചെയ്യും. അമ്പിളിക്ക് കേൾക്കണോ? ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ഷെയ്ക്കാന് തന്നു. എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ. പിന്നെ സ്നേഹം ഭാവിച്ചുകൊണ്ട് കുത്തുക, തല്ലുക, ഇരിക്കുക, ഒന്നും പറയണ്ട. വലിയ ദാനധർമ്മിഷ്ടനാന്നൊക്കെ അമ്പിളി പോഴ്ത്താറുണ്ടല്ലോ. എനിക്ക് ഈ ദാനം വേണ്ടേ? അയാൾക്ക് എന്നെ ഇഷ്ടല്ല. എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ? ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്നോ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അനുഭവത്തിലുമായി. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസം. ഒന്നും പറയണ്ട, ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ. ഭാഗ്യം. വരട്ടെ. ഗുഡ് ബൈ. കൃഷ്ണ കൃഷ്ണ. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? മരുന്നുകളൊക്കെ എല്ലാരും മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? ഏട്ടത്തി ഛർദ്ദലെങ്ങനെ? സൂക്ഷിക്കണം, പരിസരത്തൊക്കെ ഇപ്പൊ അതിസാരമുണ്ട്. ഡോക്ടർ ഇനിയും ചികിത്സ തുടങ്ങിയില്ലേ? പുറത്ത് രോഗികളൊക്കെ കാത്തു നിൽക്കുന്നു. അയ്യോ, ഡോക്ടർ നമ്പൂരി ഇനിയും വന്നില്ലേ? ലേറ്റ് ആവുന്നല്ലോ, എന്തു പറ്റി? വന്ന് വന്ന് തിരുമേനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യെന്നായി. ഹൃദയം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് പോയേ. ഡോക്ടറിന് ലീവാണോ അമ്പിളി? എന്റെ സുഹൃത്തിന് എന്ത് പറ്റി അമ്പിളി? ഡോക്ടർ പണി മതിയാക്കി പോയി. പോയാ? ശമ്പളം കുറഞ്ഞു പോയിട്ടാണോ? എങ്കിൽ പറഞ്ഞാ പോരെ. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പോണേന് ഒരു വാക്ക് ചോദിച്ചില്ല. കഷ്ടായി. അപ്പൂട്ടനൊന്ന് വന്നേ. ഈ വാച്ച് ആരുടേതാ? ആയ്, എന്റെ വാച്ചങ്ങനെ അമ്പിളിയുടെ കയ്യിൽ വന്നു. എന്റെ കയ്യിലല്ല, ഡോക്ടർ നമ്പൂരിയുടെ കയ്യിലാ കിട്ടിയത്. നമ്പൂതിരിക്ക് ഇത് കിട്ടാൻ വഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി പാടത്ത് പോയി മോട്ടർ അടിച്ചു. പിന്നെ എങ്ങോട്ടാ പോയത്? അപ്പൂട്ടാ, ഒളിച്ചു കളിച്ചത് മതി. എന്തിനാ ഡോക്ടറെ തല്ലിയത്? ഞാൻ തല്ലിന്നോ? എന്തൊക്കെയാ അമ്പിളി പറയണത്? മതി, അഭിനയം തീരെ ശരിയാവണില്ല. നിങ്ങൾ ആ പാവത്തെ തല്ലി ഓടിച്ചതാ. അമ്പിളിക്ക് എന്തിനാ അതിലെത്ര ദുഃഖം? ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത്. ഈ ആസ്പത്രിക്ക് വേണ്ടി. അയാൾ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ട്. അതിലുപരി എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നാൽ ആ സുഹൃത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അടിച്ചോടിച്ചത്. എന്നാ മാന്യമായിട്ട് പറഞ്ഞേക്കണം. അതാ ഒരു മുതലാളി ചെയ്യേണ്ട മര്യാദ.
അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ രാത്രി ഒളിച്ചും പാത്തും ഇങ്ങനെ അപ്പൂട്ടിന് ലജ്ജ തോന്നില്ലേ? ഇല്ല, നമ്പൂതിരിയല്ല ഏത് കോലോത്ത തമ്പുരാനായാലും അമ്പിളിയോട് അടുത്തിടപഴകിയ അപ്പൂട്ടിനെ സഹിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ആവുമ്പോ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അടുത്തിടപഴകിന്ന് വരും. അതിന് അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പഠിക്കാത്തവന്, സംസ്കാരം ഇല്ലാത്തവന്, പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അതിനുള്ളൊരു മനസ്സെനിക്കുണ്ട്. അയാളുടെ പോക്കത്ര ശരിയല്ലാന്ന് തോന്നി. അത് അപ്പൂട്ടന്റെ മാത്രം തോന്നല, ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ അമ്പിളിക്ക് എന്നേക്കാ വലുതാ ഡോക്ടറാണല്ലേ? ആര് വലുത് ആര് ചെറുത് എന്നതല്ല പ്രശ്നം. ഒരു ആസ്പത്രിയെ സംബന്ധിച്ച് ഡോക്ടറാണ് വലുത്. ആസ്പത്രി എങ്ങനെയാടി ഉണ്ടായത്? പൊട്ടിമുളച്ചൊന്നുമല്ലല്ലോ. നീ എങ്ങനെയാ ഡോക്ടറായത്? എടി 2 ലക്ഷം. വേണ്ട, എപ്പോഴും അത് വിളിച്ചു പറഞ്ഞ് അപ്പൂട്ടൻ സ്വയം ചെറുതാകണ്ട. ഒക്കെ അപ്പൂട്ടനുള്ളത് തന്നെയാ. പക്ഷെ ആ പാവം നമ്പൂരി ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത്? സഹിക്കണില്ലല്ലേ? എന്താ ആ നമ്പൂതിരിക്ക് നിന്റെ മനസ്സ് പണയം വെച്ചോ? ചിലപ്പോ പണയം വെച്ചിട്ടുണ്ടാവും. അതിന്റെ വ്യക്തിപരമായ കാര്യം. നമ്പൂരി എനിക്ക് ഇഷ്ടമാണ് കൂട്ടിക്കോ. ഒന്നുകൂടെ പറയടി, ഒന്നുകൂടെ പറയാൻ. ഒന്നോവിനെ അരിഞ്ഞോളെ. അപ്പൂട്ടന് ഭ്രാന്താണോ? അതേടി, ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. നിനക്കറിയില്ല എന്നെ. 5 കൊല്ലമായി നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക ഈ അപ്പൂട്ടൻ. നട്ട് നനച്ച് വളർത്തി. ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതി കാത്തിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. ഞാനത് മോഹിച്ചുപോയി. നീ മോഹിപ്പിച്ചു. നിന്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷേ എടീ, നിന്നെനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനായിരിക്കൂടി. മറ്റൊരാളോടൊപ്പം ഈ ജന്മം നീ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.